അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഓട്സ് ബട്ടർ കുക്കീസിൻ്റെ റെസിപ്പിയാണ്. സാധാരണ ഓട്സ് കുക്കീസ് ഉണ്ടാക്കുന്നതിൽ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ബട്ടർ കുക്കീസിൻ്റെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഓട്സ് കുക്കീസിനും കിട്ടുന്നത്. ഇത് നമ്മൾ ഓവനിലല്ല ചെയ്യുന്നത്, ഇഡ്ഡലി തട്ടിലാണ് ചെയ്തെടുക്കുന്നത്. വെറും 25 മിനിറ്റ് മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട് കേട്ടോ. നമ്മൾ മുട്ടയോ പാലോ ഒന്നും ചേർക്കാണ്ടാണ് ഇത് ചെയ്യുന്നത്. വളരെ ഈസിയാണ്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഒരു വെള്ളത്തിൻ്റെ നനവൊന്നുമില്ലാത്ത ഒരു ബൗൾ എടുത്ത് വെക്കുക. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിക്കാത്ത ഓട്സാണ് ഇട്ട് കൊടുക്കേണ്ടത്. 1/2 കപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് അളവിലും നിങ്ങൾക്ക് എടുക്കുക കേട്ടോ. ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് അളവ് എടുക്കുക. ഇനി ഒരു 1/2 കപ്പ്, അതേ കപ്പ് തന്നെയാണ് 1/2 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി യൂസ് ചെയ്യാം. ഇനി അതേ 1/2 കപ്പ് തന്നെ നമ്മൾ പൊടിച്ച പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കറക്റ്റ് അളവായിരിക്കണ്ട. ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുക. അതുപോലെ ഒരു 2-3 തുള്ളി വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 100 ഗ്രാം ബട്ടറാണ് മെൽറ്റ് ചെയ്തിട്ടുള്ളത്. ബട്ടർ തന്നെ എടുക്കുക കേട്ടോ. ബട്ടർ ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ്. ഓയിലൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റ് നമ്മുടെ ഒരു ബട്ടർ കുക്കീസിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല. ഇനി നമ്മൾ ഈ മാവ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ബേക്കിംഗ് പൗഡർ എല്ലാ ഭാഗത്തേക്കൊന്നും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ബട്ടർ ഒന്നിച്ച് ഒഴിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുഴച്ചെടുക്കാം. ഞാൻ ഇപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ബട്ടർ തന്നെ എടുക്കുക കേട്ടോ. ബട്ടർ ആണെങ്കിലാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഇതിന് കിട്ടുള്ളൂ. ഇനി ചിലർ ബട്ടറിന് ഇതാണ് അതിന് പകരം ഓയിൽ എടുക്കട്ടെ എന്നൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ബാക്കിയുള്ള ബട്ടറും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കൈ വെച്ചിട്ട് തന്നെ അധികം പ്രഷർ കൊടുക്കാണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഒരുപാട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ ഒരുപാട് പ്രഷർ കൊടുത്തിട്ട് കുഴക്കരുത്. ഒന്ന് പതുക്കെ സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടെടുത്തിട്ട് നമുക്ക് കുറച്ച് ബട്ടർ, നമ്മൾ ആ മെൽറ്റ് ചെയ്ത പാത്രത്തിൽ തന്നെ കുറച്ച് ബട്ടർ ഉണ്ടാവും, അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ നിന്ന് ഓരോ ചെറിയ ഉരുളകളാക്കിയിട്ട് ചെറിയ വലിപ്പം മതി കേട്ടോ. ബേക്കായി വരുന്ന സമയത്ത് കുറച്ചും കൂടെ നമ്മുടെ കുക്കീസ് ഒന്ന് പരന്ന് വരും. അപ്പോൾ അതുകൊണ്ട് ആദ്യം വലിയത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിപ്പമായി പോകും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ചെറിയൊരു ഉരുള എടുത്തിട്ട് ഇതുപോലെ ചെയ്താൽ മതി. ഇത് നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് ചെറുതായിട്ടൊരു വിള്ളൽ വരും. ഓട്സ് ഉള്ളത് കാരണം തന്നെ അത്ര സ്മൂത്തായിട്ടല്ല ഇരിക്കുന്നത് മാവ്. അപ്പോൾ ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ അല്ലാതെ നമുക്ക് ഉരുളകളാക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇഡ്ഡലി തട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പരന്ന പാത്രത്തിൽ വെച്ചിട്ട് അങ്ങനെയും ബേക്ക് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ ഓവനിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇഡ്ഡലി തട്ടുണ്ടെങ്കിൽ ഒരു 3 തട്ടിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ ഒരു 12 എണ്ണമൊക്കെ ഒരുമിച്ച് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് വെക്കാം. വളരെ ഈസിയാണ് കേട്ടോ. ഉരുട്ടിയെടുക്കാനോ ഷേപ്പാക്കണോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുക. പല ഷേപ്പിലും ചെയ്യുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ എന്ത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചോക്ലേറ്റ് ചിപ്സോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു ഉണക്കമുന്തിരി എടുത്തിട്ടാണ് ഒന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ച് കൊടുക്കുകയാണ്. വെച്ചില്ല വെച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഉരുട്ടിയിട്ട് ഇഡ്ഡലി തട്ടിലേക്ക് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 3 തട്ട് ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാ തട്ടും ഞാൻ വെക്കുന്നില്ല, 3 തട്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇനി നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പോ എന്തായാലും വേണ്ടില്ല ചൂടാക്കിയിട്ട് വെക്കുക. നമ്മൾ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ. ഒരു 5 മിനിറ്റ് എന്തായാലും നല്ല ഫ്ലെയിമിലിട്ടിട്ട് ചൂടാക്കിയെടുക്കുക. ഞാനിപ്പോൾ ഒരു പഴയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ ഇഡ്ഡലി തട്ട് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. ഞാൻ മണലോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ഇടാതെയാണ് ബേക്ക് ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ ബേക്ക് ചെയ്യാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നിങ്ങളിതിൻ്റെ വെയിറ്റ് ഇടരുത് കേട്ടോ. നമ്മൾക്ക് ആ ഒരു ഹോളിൽ നമ്മളെ വിസിൽ വരുന്ന ഒരു ഹോളിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഒരു ഫോയിൽ ഉണ്ടോ അല്ലെങ്കിൽ ഒരു ഫോയിലിൻ്റെ കഷ്ണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പേപ്പർ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കൊന്ന് ആവി പുറത്ത് പോകാത്ത രീതിയിൽ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 20 മിനിറ്റ് ടൈം കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നിങ്ങൾ തുറന്നാൽ മതി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ തുറന്ന് നോക്കിയാൽ മതി. അതിന് മുമ്പ് തുറക്കരുത് കേട്ടോ. അപ്പോൾ ഒരു 15 മിനിറ്റിന് ഇപ്പോൾ 20 മിനിറ്റിന് ശേഷം ഞാൻ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ മൊത്തം 25 മിനിറ്റിന് ശേഷമാണ് ഇത് റെഡി ആയിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഓവൻ്റെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നല്ലൊരു കളറൊന്നും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടൂല. എന്നാലും ടേസ്റ്റിൽ ഒരു മാറ്റമില്ല കേട്ടോ. കാണുമ്പോഴുള്ള ആ ഒരു പെർഫെക്ഷൻ്റെ കുറവും മാത്രമേ ഉണ്ടാവുള്ളൂ. ഓവനിലാകുമ്പോൾ നമുക്ക് നന്നായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കീസ് കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇത് കുറച്ചും കൂടി തണുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിരിക്കും. അപ്പോൾ സാധാരണ ബട്ടർ കുക്കീസ് കഴിക്കുന്നേക്കാളും ടേസ്റ്റാണ്. ആ ഓട്സിൻ്റെ ആ ഒരു ക്രഞ്ച്നെസ്സും കൂടെ അതിനുണ്ടാവും. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കുക. ഓട്സൊക്കെ എല്ലാവരും വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ. ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോക്ലേറ്റ് ചിപ്സൊക്കെ ഇട്ടിട്ട് അങ്ങനെ ബേക്ക് ചെയ്യുക. അവരെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.